ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കേട്ടോ. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ പ്ലസ് അതിൻ്റെ ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ എണീച്ചു, വേഗം ബ്രഷൊക്കെ ചെയ്തു. സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറപറ ഇട്ടിട്ടാണ് ഉള്ളത്. പക്ഷേ പാത്രങ്ങളൊക്കെ എപ്പോഴും രാത്രി കഴുകി വെക്കാറുണ്ട്. കാരണം രാവിലെ എണീറ്റ് നമ്മൾ ഫ്രഷ്നെസ്സോടെ പോകുമ്പോൾ അതൊരുമാതിരി ഒരു നെഗറ്റീവ് എനർജി തരണ്ടാവും വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പും പാത്രങ്ങളും ഗ്യാസ് ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് എപ്പോഴും വെക്കാറുണ്ട്. ഇന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏറ്റവും ഈസി റെസിപ്പി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് വേറൊന്നും ചെയ്യുന്നില്ല. പെർഫെക്റ്റായിട്ട് ഈസി റെസിപ്പിയിലേക്ക് പോകുന്നത് ഒരു ഗോതമ്പ് ദോശ. ബാക്കിയൊക്കെ ആകുമ്പോൾ ഇച്ചിരിയും കൂടി ടൈം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗോതമ്പ് ദോശയിലങ്ങ് ആക്കിയത്. അപ്പം നന്നായിട്ട് എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇന്ന് ലേശം ഞാൻ നെയ്യാക്കുന്നുണ്ട് കേട്ടോ. വെച്ചാൽ എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ഗോതമ്പ് ദോശേൻ്റെ ഫ്ലേവറൊന്നും തീരെ ഇഷ്ടമല്ല. പണ്ടേ എനിക്കിഷ്ടമല്ല, പക്ഷേ ഇപ്പോൾ ആക്കി ഇടയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ചില സമയത്ത് ഇങ്ങനെ ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ലേശം നെയ്യൊക്കെ അതിൻ്റെ മുകളിൽ തൂവാറുണ്ട്, ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം. അപ്പം അങ്ങനെ ഓരോ ദോശയായിട്ട് അങ്ങനെ ചുട്ടു. എനിക്ക് 3 അഗിയേട്ടനും 3 എന്നുള്ള കണക്കിലാണ് എപ്പോഴും എടുക്കാറ്. കാരണം അങ്ങനെയാണ് നമ്മൾ ചുടാറ്. അപ്പോൾ മിക്കപ്പോഴും മാവ് അങ്ങനെ കറക്റ്റായിട്ട് എടുക്കൽ, കൂടുതലോ കുറവോ അങ്ങനെ ആയിട്ട് എടുക്കലില്ല. ഇങ്ങനെ ആക്കി ശീലിച്ചുകൊണ്ട് കറക്റ്റായിട്ട് എടുക്കാനറിയാം. അപ്പോൾ അഗേട്ടനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്ത് ഏട്ടൻ ദോശ ഇട്ട്. ഫസ്റ്റത്തെ ദോശ ഭയങ്കര കുഞ്ഞതായിപ്പോയി. രണ്ടാമത്തെ ദോശ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഗോതമ്പ് ദോശ ഇടുമ്പോൾ ഭയങ്കര നേർത്ത് അങ്ങനെ ചുടാനാണ് ഭയങ്കര ഇഷ്ടം. അതായത് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറ്. കട്ടിക്ക് ഓടുന്നതല്ല. പിന്നെ നമ്മൾ ഗോതമ്പ് അരച്ചിട്ട് ദോശയാക്കാറില്ലേ, അത് അമ്മ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ദോശ ഗോതമ്പ് പൊതിർത്തി വെച്ചിട്ട് അരച്ചിട്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്, നമ്മൾ ഈ പൊടി കലക്കി ചുടുന്നതിനേയും കാട്ടി. പിന്നെ ഒരു കോൾഡ് കോഫി ആക്കാൻ വിചാരിച്ചു. കോൾഡ് കോഫി ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ചൂടുള്ളൊന്നും അധികം എടുക്കാറില്ല. ഫുൾ തണുത്ത വെള്ളം അങ്ങനെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് കോൾഡ് കോഫി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാലുണ്ടായിരുന്നു കേട്ടോ. ലേശം പാലിൽ നമ്മളെ ഇൻസ്റ്റൻറ്റ് ബ്രൂ ഇല്ലേ, അതന്നെ യൂസ് ചെയ്യണേ കോൾഡ് കോഫിക്ക്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന കോൾഡ് കോഫി അങ്ങനെയൊന്നല്ല, ഇത് കുറച്ച് ക്രീമി ടൈപ്പ് ഒന്നല്ല, നമ്മൾ നോർമൽ ഒരു ടൈപ്പാണ്. അതിലേക്ക് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടു. പിന്നെ ഐസ് ക്യൂബ്സ് ആട്ടോ ഇടുന്നത്. ഐസ് വെള്ളമല്ല, ക്യൂബാണ്. ഫുള്ളായിട്ട് അത് നിറച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്നവർക്ക് ഷുഗർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തേൻ ആഡ് ചെയ്യുന്നവർക്ക് അത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാട്ടോ. അപ്പം ഞാൻ ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട്. അധികം ബ്രൂ ഇടാത്തതാണ് നല്ലത് ഒരു വേറൊരു കണക്കിന്, അല്ലെ കയ്പ്പ് കുറച്ച് കൂടുതലാവും. ഷുഗർ എടുക്കാത്തവർ കുറച്ച് പൊടിയിട്ടിട്ട് ആക്കിയാൽ മതി. അപ്പം ഞാൻ ഇവിടെ നിച്ചുവിൻ്റെ പ്ലേറ്റിലാട്ടോ കഴിക്കുന്നത്. എനിക്ക് ചില സമയത്ത് ഇങ്ങനത്തെ പ്ലേറ്റിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അതിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചോറ് ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോഴാണ് ആദ്യം ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ചോറ് അവിടെ ആയി. എനിക്ക് കുറച്ചും കൂടെ അതാവാനുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ആ ചൂടിനങ്ങ് ആയിക്കോളും. ഞാൻ ഗ്യാസ് അധികം ചോറിന് വേണ്ടിയിട്ട് കുറേ സമയം കത്തിച്ച് വെക്കാറില്ല. ഒന്ന് തിളപ്പിക്കും, ഓഫ് ചെയ്തിടും. പിന്നെ അതിൻ്റെ ചൂട് പോകുമ്പോൾ ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്ന് തിളപ്പിക്കും, പിന്നെ ഓഫ് ചെയ്തിടും. അങ്ങനെയാണ് മിക്കപ്പോഴും ചോറ് വെക്കാറ്. ഓഫീസിൽ പോകുന്നതെങ്കിൽ രാത്രി ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളവെച്ചിട്ട് ഓഫ് ചെയ്തിടും. അപ്പോൾ രാവിലത്തേക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഹോട്ട് പോട്ട് ഉണ്ടെങ്കിൽ അതിൽ ഇറക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഹോട്ട് പോട്ട് ഇല്ലാത്ത സ്ഥിതിക്കും ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറ്. അപ്പം ഉച്ചക്കത്തെ സമയമായപ്പോഴത്തേക്കും ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇറച്ചിച്ചോറ് എന്നൊക്കെ പറയുന്ന പോലെ മുട്ടച്ചോറ് കേട്ടോ. അപ്പം അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം മാറി ഒരു വാടിയ ശേഷം വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ലേശായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കേട്ടോ, മിക്സ് ചെയ്തിട്ട്. അതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. മുട്ട ഇടുന്നതിന് മുന്നേ ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മുട്ടയും കൂടെ അതിലേക്ക് നന്നായിട്ട് പെരങ്ങി വരുന്നവരെ. ഇനി ലാസ്റ്റ് നമ്മൾ ചോറ് ആഡ് ചെയ്യാം.
ഇന്നത്തെ ഈ സൺഡേസ് ഞാൻ കുക്ക് ചെയ്യുന്നത് മിക്കപ്പോഴും ഭയങ്കര ഈസി റെസിപ്പീസ് ആയിരിക്കും. കാരണം കുറച്ച് റെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു കണക്കിനാണ് മിക്കപ്പോഴും ഫുഡാക്കുക. അടുക്കളയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പം മിക്കപ്പോഴും ഫുഡാക്കൽ. അതുകൊണ്ടാണ് ഇത്രയും ഈസി റെസിപ്പിയായ മുട്ടച്ചോറാക്കിയത്. ഇനി ആ ചോറിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് കറി ആക്കേണ്ട, ഒന്നും ആക്കേണ്ട, ഈ മുട്ടച്ചോറ് തന്നെ ധാരാളം. അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഈ മുട്ടച്ചോറ്. ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചിക്കൻ ചോറും ആക്കാൻ പറ്റും. അത് നിങ്ങളിഷ്ടമാണ്. ലാസ്റ്റ് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്യാമെന്ന് പറയൂലേ, അതുപോലെ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കറിയൊന്നും ആവശ്യമില്ല. നമുക്കൊരു തൈരോ അല്ലെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും മതി. സൈഡ് വേണം തന്നെ ഇല്ല, ഇതന്നെ വെറുങ്ങനെ തിന്നാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഏട്ടന് പിന്നെ തൈര് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ലേശം തൈര് എടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മുട്ടച്ചോറിൻ്റെ ഇടാം. എനിക്ക് വലിയ തൈര് പേഴ്സണലി ഇഷ്ടമല്ല, പക്ഷേ ഞാൻ അച്ചാറും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അച്ചാറുണ്ടായിരുന്നു, അപ്പോൾ ഏട്ടന് തൈര് കൊടുക്കുന്നുണ്ട്. തൈരും കൂട്ടി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു റീഫ്രഷ്മെൻ്റ് അല്ലേ. ചൂടും കൂടി ആകുമ്പോൾ തൈരൊക്കെ കഴിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. അപ്പം തൈരും നമ്മൾ മുട്ടച്ചോറുമാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ റെസിപ്പി വന്നിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു മാങ്ങ ഉണ്ടായിരുന്നു, ഇവിടെ മുകളിലുണ്ടായതായിരുന്നു കേട്ടോ. അപ്പം അങ്കിള് കൊണ്ടു തന്നപ്പോഴത്തേക്ക് പഴുക്കാൻ വെച്ചപ്പോഴത്തേക്ക് നല്ല മഞ്ഞ കളറായി കേട്ടോ. അപ്പം ഇതിൻ്റെ പഴുത്തിട്ട് എന്താ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം പഴുക്കുന്ന 3 മാങ്ങ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ 2 മാങ്ങ ഞാൻ പഴുക്കുന്നതിന് മുന്നേ മുറിച്ച്. അപ്പോൾ നല്ല ഭയങ്കര പുളിയായിരുന്നു. അപ്പം ഞാൻ വെച്ചു എന്നാൽ ഇതൊന്ന് പഴുക്കാൻ വെക്കാമെന്ന്, പുഴുവൊന്നും ഇല്ലാണ്ട് ഉടയാണ്ട് കൈ വെച്ച് പറിച്ചതല്ലേ, അപ്പോൾ ഒന്നും ആവൂലല്ലോ. അപ്പം അങ്ങനെ പഴുപ്പിക്കാൻ വെച്ചപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ മധുരം ഉണ്ടെന്ന് പറയും. ചെറിയ ഭയങ്കരമായിട്ട് പഴുക്കണം തോന്നുന്നു, എന്നാലേ കൊരട്ട വരെ നല്ല പുളിയില്ലാണ്ട് കിട്ടുള്ളൂ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ആ പുറമേ കാണുന്ന ആ പഴുപ്പ് നല്ലോണം ഉണ്ടായിരുന്നു. കൊരട്ട അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് പുളി ഉണ്ടായിരുന്നു, പക്ഷേ ബാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങ. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങയൊക്കെ മുറിച്ച് കഴിച്ച്. ഇന്ന് വീഡിയോയിൽ മുഴുവനും ഞാൻ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തത്. എവിടെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല, കാരണം ഇന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തൊട്ടപ്പുറത്തെ റൂമിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഭയങ്കര ഒച്ചയായിരുന്നു, മറ്റേ ടൈല് മുറിക്കുന്ന ഒച്ചയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വോയിസ് ഒന്നിലും കൊടുക്കാൻ പറ്റിയില്ല. അന്ന് ഫുൾ ഞാൻ എൻ്റെ സൗണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫുൾ സൗണ്ട് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് അഗേട്ടനും കൊടുത്ത് നല്ല അടിപൊളി മാങ്ങയായിരുന്നു. ആക്ച്വലി ഈ മാങ്ങ സീസണായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ നിന്നാണ് മാങ്ങ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ പണി കഴിഞ്ഞു, വൈകുന്നേരത്തെയും കഴിഞ്ഞ് ഇനി രാത്രിയത്തേക്ക് വേണ്ടിയിട്ട് പൂരിയാണ് ആക്കുന്നത്. കുറേ നാളെ ഈ പൂരി ഭയങ്കര ക്രേവിങ്സ് വന്നിട്ട്, അതുകൊണ്ട് ഇന്ന് പൂരിയാക്കാമെന്ന് വിചാരിച്ചു. നല്ല പൂരി ആക്കുമ്പോൾ അധികം വെള്ളം ഉപയോഗിച്ച് കുഴക്കാൻ പാടില്ല, എണ്ണ വല്ലാണ്ട് കുടിക്കും. അതുകൊണ്ട് തീരെ വെള്ളമൊന്നും ഉപയോഗിക്കാണ്ട് പൊടിയും അധികം യൂസ് ചെയ്യാണ്ട് പരത്തുമ്പോൾ പൊടി മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് പരത്തി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ലേശം എണ്ണയിൽ മാത്രമേ പൂരിയപ്പം പൊരിച്ചെടുക്കാറുള്ളൂ, ഒരുപാട് എണ്ണ യൂസ് ചെയ്യാറില്ല. ലേശം എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നോൺ സ്റ്റിക്കിൽ ലേശം എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് അപ്പുറം ഇപ്പുറം മറിച്ചിടും. എപ്പോഴും അങ്ങനെ ചെയ്യാറ്, മുങ്ങിക്കിടക്കുന്ന എണ്ണയിൽ യൂസ് ചെയ്യാറില്ല. അപ്പം വെളിച്ചെണ്ണ ഓയിൽ ഉപയോഗിക്കുന്നതിനും കേട്ട് എനിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് തോന്നി. അങ്ങനെ നമ്മളെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ രാത്രി ഡിന്നറൊക്കെ കഴിച്ചു, പിന്നെ ലാസ്റ്റായിട്ട് ഒരു കോൾഡ് കോഫി ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ഇറ്റ്സ് ലാൻഡ് ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.